നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കേണ്ടത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഒക്ടോബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ആദ്യം നമുക്ക് അശ്വതിക്കാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് അശ്വതിക്കാർക്ക് കഴിഞ്ഞ മാസമൊക്കെ നിയമ നടപടികളിലേക്കൊക്കെ പോയി പ്രമോഷനൊക്കെ തടയപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് ഒക്കെ ലഭിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നവർക്ക് തങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്ന മാസമാണ്. കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനം നല്ല രീതിയിൽ കൊണ്ടുപോകാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ജലം അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തന മേഖലയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സമയമാണ്. അതിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്ക് കൂടെയുള്ള ആരെങ്കിലും ഉത്തരവാദിത്ത ബോധമില്ലാതെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അവരെയൊക്കെ ശിക്ഷണ നടപടികളിലേക്ക് കൊണ്ടുപോകാനും സാഹചര്യം ഉണ്ടാകും. അശ്വതിക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഇനി നമുക്ക് ഭരണിക്കാരുടെ ഒക്ടോബർ മാസം ഒന്ന് നോക്കാം. ആത്മനിയന്ത്രണത്തോടു കൂടിയുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള സമീപനം ആശ്വസിക്കാനുള്ള വക നൽകുന്നതാണ്. ഭരണി നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് അല്പം അരിഷ്ടത ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അവഗണിക്കപ്പെട്ടിരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് എല്ലാ കാര്യത്തിലും ഒരു പരിഗണന ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. വിദ്യയും വിജ്ഞാനവും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മസംതൃപ്തി നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. ശത്രുതാ മനോഭാവം ഒക്കെ ഉണ്ടായിരുന്നവർ സൗഹൃദ ഭാവത്തിൽ എത്തുന്നതാണ്. അടുത്ത നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അത് അനുഭവത്തിൽ വരുമ്പോൾ അല്പമാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്യും. ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പണം കൊടുത്ത് ഉപരിപഠനം പൂർത്തിയാക്കേണ്ട, ഉപരിപഠനത്തിലേക്ക് ചേരേണ്ട അവസ്ഥ വന്നേക്കാം. സാഹിത്യം, കലാ, സാംസ്കാരികം, വൈജ്ഞാനികം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദ ബന്ധം പുലർത്താനും അതുവഴി നല്ല ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരാനും ഒക്കെ സാഹചര്യം ഉണ്ടാകും. കാർത്തിക നക്ഷത്രക്കാരുടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ഒക്ടോബർ മാസത്തിൽ ഫലം കാണുന്നതാണ്. രോഹിണി നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ദമ്പതികളായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വിവിധ സ്ഥലങ്ങളിൽ അന്യോന്യം മാറിയാണ് ജോലിയിൽ ഏർപ്പെടേണ്ടി വരിക എങ്കിൽ ഈ വരുന്ന ഒക്ടോബർ മാസം ഒരേ സ്ഥലത്ത് സ്ഥലം മാറ്റം ലഭിച്ചുകൊണ്ട് ഒന്നിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും വരും. തൊഴിലിന്റെ ഭാഗമായി പദ്ധതി ആസൂത്രണത്തിലൊക്കെ കഴിവ് തെളിയിക്കാനും അതിലൊക്കെ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ്. നിയുക്ത പദവിയിൽ നിന്നൊക്കെ സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടായേക്കാം. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ പോലും ലളിതമായി അവതരിപ്പിച്ച് പേര് നേടാനുള്ള സാഹചര്യങ്ങൾ വരും. രോഹിണി നക്ഷത്രക്കാരുടെ വിനയവും ആദരവും പുലർത്തിയുമുള്ള സമീപനം മൂലം മാർഗ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് സർവ്വകാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ അവരെ സഹായിക്കുന്നതാണ്. അടുത്ത മകയിരം നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. വൈജ്ഞാനിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ തോന്നുകയും അതൊക്കെ പ്രാവർത്തികമാക്കി വിജയിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നത് അത്ര അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. പണം മുടക്കിയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. മനസ്സിലുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈശ്വരാധീനം സഹായിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസ ഫലം നോക്കാം. ധർമ്മ പ്രവർത്തനങ്ങളിലും പുണ്യപ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അകാരണവും അനാവശ്യവുമായിട്ടുള്ള മാനസിക ആദിയും സംശയങ്ങളും ഒക്കെ ഒഴിവാക്കി മുന്നേറേണ്ടതാണ്. നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി കൂടുതൽ നല്ല വാഹനം വാങ്ങുന്നതിനുള്ള ആലോചനകൾ വരുന്നതാണ്. കാര്യകാരണ സഹിതമൊക്കെ പുതിയ പുതിയ പദ്ധതികൾ സമർപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വരികയും അതൊക്കെ നേട്ടത്തിൽ കലാശിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം പോലെയുള്ള മംഗള ശുഭമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും.
അടുത്തത് പുണർന്ന നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പൊതു താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി വികസനം മാനിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും അത് വിജയത്തിലെത്തിക്കാനും സാഹചര്യം ഉണ്ടാകും. പ്രത്യുപകാരങ്ങളൊക്കെ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കാനുള്ള മനസ്സും സാഹചര്യവും ഉണ്ടാകും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹ ആശസ്സുകളോടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാഹചര്യമുണ്ട്. ജീവിത പങ്കാളിയുടെ സഹായ സഹകരണങ്ങൾ വിപരീത സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സഹായകരമാകും. ഇനി പൂയ നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പൂയ നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ്. അനുഭവജ്ഞാനവും വിവേക ബുദ്ധിയും പൊതുജന ആവശ്യങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ട് പുതിയ തൊഴിൽ മേഖലയും പുതിയ പുതിയ ആശയങ്ങൾക്കുമൊക്കെ വഴിതെളിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രായത്തിനുപരിയായിട്ട് പക്വതയോടുകൂടിയുള്ള സമീപനം മൂലം സൽകീർത്തിയും സജ്ജനങ്ങളിൽ നിന്നുള്ള ബഹുമാന്യതയും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി ആയില്യ നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ദമ്പതികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അന്യോന്യം ഒന്നിച്ച് താമസിച്ചുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിൽ പൊതുവെ ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഫലപ്രാപ്തിയിലെത്തുന്നതാണ്. അഭയം പ്രാപിച്ചു വരുന്നവർക്കൊക്കെ ആശ്രയം നൽകാനുള്ള മനസ്സുണ്ടാകുന്നതാണ്. വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആദ്യം നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. ഒന്നിലധികം വീടുകൾ ഒക്കെ ഉള്ളവർക്ക് അത് വിൽക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കരാർ തൊഴിലുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നവർ ലാഭം കുറച്ചുകൊണ്ട് ചില ജോലികളൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നാൽ അതൊക്കെ ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായി ചില അനിഷ്ട അവസരങ്ങളൊക്കെ വന്നേക്കാം. അതൊക്കെ പരിഹരിക്കുന്നതിന് ഈശ്വരാധീനം കൂടിയേ മതിയാകൂ എന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപരിചിതരുമായി ചില ആത്മബന്ധങ്ങൾ പ്രത്യേകമായി ഉടലെടുക്കുകയും അതുവഴി ധനനഷ്ടത്തിനും സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കുക. നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ജീവിതത്തിൽ എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ വിദഗ്ധരുമായി ആലോചിച്ച് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവൂ. ഇനി നമുക്ക് പൂര നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാ കാര്യത്തിലും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇടപെടുന്നത് മൂലം പൂയ നക്ഷത്രക്കാർക്ക് അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഒന്നിലധികം വീടുകളുള്ളവർ വീട് വിൽക്കാൻ നിർബന്ധിതരാകുന്നതാണ്. തുകയൊക്കെ കുറച്ച് കരാർ ജോലികളൊക്കെ ഏറ്റെടുക്കുന്നവർക്ക് നഷ്ടത്തിൽ അത് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതൊക്കെ പരിഹരിക്കാൻ ഈശ്വര പ്രാർത്ഥനയൊക്കെ ആവശ്യമായി വന്നേക്കാം. അതിലൊക്കെ വിജയിക്കുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. ശരീരത്തിന് ദോഷകരമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന മാർഗത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുമ്പോൾ എടുത്തിയാടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. വളരെ ആലോചിച്ച് മാത്രം അത്തരം കാര്യങ്ങളിൽ ഇടപെടുക. ശരീരത്തിന് പൊതുവെ തളർച്ച അനുഭവപ്പെട്ടേക്കാം. പക്ഷവാതം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അത്തരം കാര്യങ്ങൾക്കൊക്കെ ചികിത്സയും ആവശ്യമായി വന്നേക്കാം. നല്ല രീതിയിൽ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് കർമ്മമേഖല മുന്നോട്ട് കൊണ്ടുപോയാൽ വിജയം കൈവരിക്കുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളവർക്ക് അകന്ന് ജോലിയൊക്കെ ഉള്ളവർക്ക് ഒരുമിച്ച് ജോലി ചെയ്യാനും ഒന്നിച്ച് താമസിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അടുത്ത അത്ത നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ ഫലമാണ്. ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ള ആനന്ദവും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോകാനും വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെടാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. തൊഴിൽ മേഖലയിൽ സുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുക വഴി അഭിനന്ദനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഭരണതലത്തിലൊക്കെ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാനും അതൊക്കെ വിജയത്തിലെത്തിക്കാനും സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. ഉന്നത വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് മാർക്ക് കുറവുള്ളതിന്റെ പേരിലൊക്കെ അഡ്മിഷൻ കിട്ടാതെ വന്നേക്കാം. അതിനുശേഷം പണം കൊടുത്തൊക്കെ അഡ്മിഷൻ വാങ്ങേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വ്യക്തിത്വത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ ആലോചിച്ച് പിന്മാറുകയാണെങ്കിൽ ഭാവിയിൽ അതൊക്കെ പേരുദോഷം ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പൊതുവെയുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുമൊക്കെ സാഹചര്യമുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ
കാരണങ്ങളാലും സന്താന യോഗം കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ചിത്തിര നക്ഷത്രക്കാർക്ക് വിശ്രമം ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി നമുക്ക് ചോദ്യ നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് അനുഭവ ഫലം, അതായത് അതിൽ നിന്നുള്ള തക്കതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയില്ല എന്ന് സാരം. വ്യാപാര വ്യവസായങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ചിലപ്പോൾ അത് നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ മാതാവിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം വിദേശത്തു നിന്ന് മടങ്ങി വരേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. പുതിയ വിദ്യകളൊക്കെ അഭ്യസിച്ച് തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ക്ഷമയും കാര്യങ്ങളെ ശരിയായി ചിന്തിക്കുകയും ഒക്കെ മൂലം അബദ്ധങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ചോദ്യ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അടുത്ത വിശാഖ നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ അഭിനന്ദിക്കാനും അതുവഴി സ്വയം ആത്മാഭിമാനം സംരക്ഷിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാകും. അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വാഹനമൊക്കെ മാറ്റി വാങ്ങാനും സാഹചര്യമുണ്ട്. പുതിയ ഭരണ സംവിധാനമൊക്കെ പ്രയോജനകരമാകുന്ന രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളിലൊക്കെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതാണ്. അടുത്തത് അനിഴ നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. തൊഴിൽ രംഗത്ത് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട വന്നേക്കാം. സംഘടിത ശ്രമങ്ങളൊക്കെ വിജയം കൈവരിക്കുന്നതാണ്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കാനുള്ള സാഹചര്യമുണ്ട്. സാഹിത്യ രചനകളുടെയൊക്കെ പുനരാവിഷ്കാരം നടത്താനും അതുവഴി ശ്രദ്ധ നേടിയെടുക്കാനും ഒക്കെ സാഹചര്യമുണ്ട്. ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന സമയമാണ്. എന്നിരുന്നാൽ അമിതമായിട്ട് ആത്മവിശ്വാസം വർദ്ധിക്കാതിരിക്കുക, അത് അപകടമാകുന്നതാണ്. കലാ കായിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതുതായി പരിശീലനമൊക്കെ ആരംഭിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. അശ്രാന്ത പരിശ്രമം തൊഴിൽ മേഖലയിൽ വിജയിക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. അതുവഴി തൊഴിൽ മേഖലയിലുള്ള അനിഷ്ടാവസ്ഥകളും അരക്ഷിതാവസ്ഥയും ഒക്കെ മാറിപ്പോകുന്നതാണ്. അധികൃതരുടെയൊക്കെ പ്രീതി ലഭിക്കുന്നതാണ്. അതുവഴി സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. വീടുപണിയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നതാണ്. വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്കൊക്കെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാഹചര്യമുണ്ട്. വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കർമ്മോത്സുകരായിട്ടുള്ള വ്യക്തികളെയൊക്കെ നിയമിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് മൂലനക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേലധികാരികളിൽ നിന്ന് അതൃപ്തി ഉളവാക്കുന്ന വാക്കുകളൊക്കെ ശ്രവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. തൊഴിലിൽ അതുകൊണ്ട് തന്നെ ഉപേക്ഷ വിചാരിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ വാക്കുകൾ കേൾക്കേണ്ടി വരുമ്പോൾ പ്രതികരിക്കാതെ സമചിത്തത പാലിക്കേണ്ടതുമാണ്. അതേപോലെ തന്നെ കുടുംബ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. അതിലൊക്കെ നിഷ്പക്ഷത പാലിക്കാൻ ശ്രദ്ധിക്കുക. ഗൗരവമുള്ള ചില ജോലികളൊക്കെ ലാഘവത്തോടു കൂടി ചെയ്തു തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അതിൽ അഭിമാനിക്കാനുള്ള വക ഉണ്ടാകുകയും ചെയ്യും. സമാന ചിന്താഗതിയുള്ളവരുമായി സുദീർഘമായി ചർച്ച നടത്തുവാനും പുതിയ തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കും. അടുത്ത പൂരാട നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പണം മുൻകൂട്ടി ചെലവാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് അനുകൂലം. പറയുന്ന വാക്കുകളിലൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ അനാവശ്യമായി ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. വിഭാവനം ചെയ്ത കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി വിദഗ്ധ ഉപദേശം തേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സമചിത്തതയോടുകൂടി മുന്നോട്ട് പോകുക. വിജയം കൈവരിക്കാൻ സാധിക്കും. അടുത്ത ഉത്രാട നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. സമചിത്തതയോടുകൂടി പ്രവർത്തിക്കുന്ന പക്ഷം പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുന്നതാണ്. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ മക്കൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. അതിൽ സന്തോഷവും ഉണ്ടാകുന്നതാണ്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പണം മുടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പരസ്പര വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നതാണ്. അടുത്തത് തിരുവോണ നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് അഭികാമ്യം. പറയുന്ന വാക്കുകളിലും ഒക്കെ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അനാവശ്യമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതായത് വാക്കും പ്രവൃത്തിയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. വിഭാവനം ചെയ്ത കാര്യങ്ങളിലൊക്കെ പൂർത്തിയാക്കാനായിട്ട് വിദഗ്ധരുടെ ഉപദേശങ്ങളൊക്കെ തേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രലോഭനങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതിലൊക്കെ കരുതിയിരിക്കുക. സമചിത്തതയോടുകൂടി മുന്നോട്ട് പോവുക. അടുത്ത അവിട്ട നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ ഫലമാണ് നോക്കേണ്ടത്. സന്താനങ്ങളുടെ ഉദ്യോഗം, വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ
ഈശ്വരാധീനം ആവശ്യമായി വന്നേക്കാം. അതിനായി ദേവാലയങ്ങളിലൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. പൂർവികമായിട്ട് അനുവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനങ്ങളിലൊക്കെ പിന്തുടരാനുള്ള ഉൾപ്രേരണ ലഭിക്കുന്നതാണ്. മാന്യതയോടുകൂടി പെരുമാറ്റം ഉണ്ടാകുന്നതിനാൽ കാര്യവിജയം നേടാൻ സാധിക്കുന്നതാണ്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ ഉപകാരപ്രദവുമാകും. അടുത്ത ചതയ നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൽ അബദ്ധങ്ങൾ പറ്റാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വഗൃഹത്തിലൊക്കെ വന്നു ചേർന്ന് അവിടെ നിന്ന് തൊഴിൽ സ്ഥലത്തേക്കൊക്കെ പോകാൻ തക്കവണ്ണം മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതായത് അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റം ലഭിക്കാം എന്നർത്ഥം. പൊതുവെ തൊഴിൽ മേഖലയിലൊക്കെ സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ്. നിലവിലുള്ള തൊഴിലൊക്കെ ഉപേക്ഷിച്ച് മറ്റൊന്ന് തേടുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങൾ വേണ്ടത്ര ഗുണം ലഭിക്കുകയില്ല. സുഖ ദുഃഖങ്ങളെയൊക്കെ ഒരേ സമീപനത്തിൽ കൊണ്ടുപോകാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നതാണ്. അടുത്ത പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലമാണ്. വിനയം, ക്ഷമ, ആദരവ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവിധ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാഹചര്യമുണ്ടാകും. ആശയവിനിമയങ്ങൾ വഴി അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സുവ്യക്തവും സുദൃഢവുമായിട്ടുള്ള തീരുമാനങ്ങൾ വഴി വിജയം ഉണ്ടാകുന്നതാണ്. അവിചാരിതമായിട്ടുള്ള ചെലവുകൾ വരികയും അതിനുവേണ്ടി കടം വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ സന്ദർശിച്ച് ആശ്വാസവചനങ്ങൾ പറയുവാനും സാമ്പത്തിക സഹായം നൽകാനും ഒക്കെയുള്ള മനസ്സുണ്ടാകും. അടുത്ത ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. ഉന്നത വ്യക്തികളുമായി സൗഹൃദം പാലിക്കാനും അതുവഴി പുതിയ കർമ്മ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്ത് വിജയത്തിലെത്തിക്കാനും സാധിക്കുന്നതാണ്. ആദരണീയരായിട്ടുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ അവസരം ലഭിക്കിയാൽ ആത്മാഭിമാനം വർദ്ധിക്കുന്നതാണ്. സമചിത്തതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലി മൂലം ലക്ഷ്യം എളുപ്പം സാധ്യമാകുന്നതാണ്. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ മക്കൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അത് മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. അടുത്ത രേവതി നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെ നോക്കാം. സത്യസന്ധമായിട്ടും നീതിയുക്തമായിട്ടുമുള്ള പ്രവർത്തന ശൈലി മൂലം അനുകൂല വിജയത്തിന് സാഹചര്യം ഉണ്ടാകുന്നതാണ്. തൊഴിലിന്റെ തിരക്കുകളൊക്കെ വർദ്ധിക്കുന്നത് മുതലെല്ലാം പട്ടണത്തിലേക്കും അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലത്തേക്കുമൊക്കെ മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും ധനവും ഒക്കെ തിരികെ ലഭിച്ചേക്കാം. ജീവിതശൈലി രോഗങ്ങൾക്കും ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും നീർദോഷം സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യായാമം, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ അനുവർത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരുടെയും ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.